പ്രവേശനം തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ഇന്നത്തെ യോഗത്തിൽ അതൊന്നും ചർച്ചയാകില്ലെന്നും അജണ്ടയിൽ ഇല്ലാത്ത വിഷയമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. മാധ്യമങ്ങളല്ല അജണ്ട നിശ്ചയിക്കുന്നത്. UDF പ്രവേശനം തുറക്കാത്ത പുസ്തകമാണ്. ആരെങ്കിലും ആ പുസ്തകം തുറന്നുവെങ്കിൽ വായിച്ചു കഴിഞ്ഞ് അടച്ചു വെച്ചോളും. കേരള കോൺഗ്രസ് LDF-ൽ തന്നെയാണ്. LDF-ന്റെ മേഖലാജാഥ ഒരുക്കങ്ങളടക്കം ഇന്ന് യോഗം ചർച്ച ചെയ്യുമെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നതയില്ലെന്നും മുന്നണി മാറ്റം ചർച്ചയായിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ നേരത്തെ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനെത്തിയപ്പോഴായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള കേരള കോൺഗ്രസ് MLA-മാരുടെ പ്രതികരണം. ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പൂർത്തിയായി. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. പ്രോസിക്യൂഷനാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയെ ധരിപ്പിച്ചത്. ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് ഹാജരായത്. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുലിനെ പീഡനം നടന്നതായി പറയപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. ചോദ്യം ചെയ്യലടക്കം രാഹുൽ സഹകരിക്കുന്നില്ലെന്ന കാര്യം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോടതിയെ ബോധ്യപ്പെടുത്തും. വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനെ മർദ്ദിച്ച യുവാക്കൾ. കഴിഞ്ഞ ദിവസം കൊല്ലം ശാസ്താനടയിലെ കിരണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. 4 യുവാക്കളാണ് മർദ്ദനത്തിന് പിന്നിൽ. സംഭവത്തിൽ ശൂരനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം നടന്നത്. കിരണിന്റെ വീടിന് സമീപത്തെ റോഡിലൂടെ പോവുകയായിരുന്നു യുവാക്കൾ. ഇതിനിടെ വിസ്മയ കേസിന്റെ കാര്യം പറഞ്ഞ് പ്രകോപനമായി സംസാരിക്കുകയും വീടിന് മുന്നിലുണ്ടായിരുന്ന വീപ്പകളിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. കിരണിനെ യുവാക്കൾ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതോടെ കിരൺ വീടിന് പുറത്തേക്ക് വന്നു. തൊട്ടു പിന്നാലെ യുവാക്കൾ ചേർന്ന് കിരണിനെ മർദ്ദിക്കുകയായിരുന്നു. അടിച്ച് താഴെയിട്ട ശേഷം കിരണിന്റെ മൊബൈൽ ഫോൺ സംഘം കവർന്നു. തുടർന്ന് കിരണിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. വിസ്മയ കേസുമായി സംഭവത്തിന് ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N വിജയകുമാറിനെ വിജിലൻസ് കോടതി 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് നടപടി. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. A പത്മകുമാർ നേതൃത്വം നൽകിയ ബോർഡിലെ CPM നോമിനിയായിരുന്നു വിജയകുമാർ. കോഴിക്കോട് ബീച്ചിൽ കഞ്ചാവ് ഉണങ്ങാനിട്ട ശേഷം സമീപത്ത് കിടന്നുറങ്ങിയ യുവാവ് പോലീസിന്റെ പിടിയിലായി. വെള്ളിയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് വെള്ളിയിൽ പോലീസിന്റെ പിടിയിലായത്. ഇന്ന് പുലർച്ചെ കോഴിക്കോട് ബീച്ചിലായിരുന്നു ആരെയും ചിരിപ്പിക്കുന്ന സംഭവം നടന്നത്. ബീച്ചിലെ മണൽപ്പരപ്പിൽ പേപ്പർ വിരിച്ച് അതിൽ കഞ്ചാവിലകൾ ഉണങ്ങാനായി നിരത്തിയിട്ട ശേഷം തൊട്ടടുത്ത് തന്നെ പാവിരിച്ച് ഉറങ്ങുകയായിരുന്നു റാഫി. പ്രഭാത സവാരിക്കായി ബീച്ചിലെത്തിയവർ രാവിലെ ഈ കാഴ്ച കണ്ട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു.